ഹലോ ഫ്രണ്ട്സ്, കെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെയധികം രുചിയുള്ള സദ്യക്കൊക്കെ വിളമ്പുന്ന ഇഞ്ചി കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാൻ അതിനു വേണ്ടി ഒരു 200 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു 10-12 ചെറിയ ഉള്ളി അരിഞ്ഞത്, 2 പച്ചമുളക് അരിഞ്ഞത്, ഇത്രയും സാധനം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എണ്ണയിൽ ഈ ഇഞ്ചി ഒന്ന് വറുത്ത് പോരാം വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് സ്വല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. നമ്മളത് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം. പിന്നെ ഇഞ്ചി അരിയുന്ന സമയത്ത് എല്ലാം ഒരേ വലിപ്പത്തിൽ തന്നെ അരിഞ്ഞെടുക്കണം. അല്ലെങ്കിൽ അത് ചിലത് മൂത്ത് പോകും, ചിലത് മൂക്കാതെ കിടക്കും. നമ്മുടെ ഇഞ്ചി നല്ല മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഞാൻ ആ ഇഞ്ചി കോരിയെടുത്തു. ഇനി ആ എണ്ണയിൽ തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളിയും ആ അരിഞ്ഞ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഉള്ളിയും പച്ചമുളകും മൂത്ത് വരുന്നുണ്ട്. നമുക്ക് തീ കുറച്ച് വയ്ക്കാം. ഉള്ളിയും പച്ചമുളകും മൂത്ത് കഴിഞ്ഞ് ഇനി നമുക്കത് കോരിയെടുക്കാം. നമ്മുടെ ഇഞ്ചി ഇതാണ്ട ഈ പരുവത്തിൽ വറുത്ത് കോരണം. അതുപോലെ തന്നെ ഉള്ളിയും പച്ചമുളകും ഇതും നല്ലതുപോലെ മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തിട്ടുണ്ട്. താണ്ട ഇതുപോലെ ഇത്രയും തരി വേണം പൊടിക്കുമ്പോൾ. ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകരുത്. ഇത്രയും തരി ഇട്ട് വേണം നമ്മളിത് പൊടിച്ചെടുക്കാനായിട്ട്. ഇനി ആ പാനിൽ തന്നെ സ്വല്പം എണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്ക് സ്വല്പം കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ സ്വല്പം കടുക് ഇട്ട് കൊടുത്ത് അത് പൊട്ടുമ്പോൾ അതിലേക്ക് കരിവേപ്പില, ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1 സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ സ്വല്പം ഉലുവപ്പൊടി, പിന്നെ സ്വല്പം കായം. ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കി നമ്മൾ പിഴിഞ്ഞു വെച്ചിരുന്ന പുളിവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു നെല്ലിക്ക വലിപ്പത്തിൽ പുളിയെടുത്ത് അത് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിഴിഞ്ഞെടുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന ആ ഇഞ്ചി അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളച്ച് പറ്റാൻ കൊടുക്കണം. നമ്മുടെ ഇഞ്ചി കറി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 1 സ്പൂൺ ശർക്കര ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഇഞ്ചിക്കറി
തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. നന്നായിട്ട് എണ്ണ തെളിയണം. അതുവരെ അത് ചെറുതായിട്ട് ചെറിയ തീയിൽ വെച്ച് തിളപ്പിച്ച് കൊടുക്കണം. ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റുള്ളതാണ്. ആ ഉപ്പും പുളിയും എരിയും മധുരവും എല്ലാം കൂടെ ചേർന്ന് നല്ല ഒരു ടേസ്റ്റാണ്. ഓണസദ്യക്കൊക്കെ ഇത് വിളമ്പാം. അതുകൊണ്ട് ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീഡിയോ കണ്ടതിന് താങ്ക് യു.